ഹൗസ് സെക്രട്ടറി വൈസി ബാഫയ്ക്ക് തങ്ങൾ, വൈസ് പ്രസിഡന്റ്. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ഭാരവാഹികളുടെ യോഗവും അതിനെ തുടർന്ന് സംസ്ഥാന പ്രവർത്തക സമിതി യോഗവും ഇന്നലെയും മിനിഞ്ഞാന്നുമായി കോഴിക്കോട് വെച്ച് നടക്കുകയുണ്ടായി. തിരഞ്ഞെടുപ്പിന് ശേഷം കൂടിച്ചേരാൻ കഴിയാത്തൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അൺലോക്കിംഗ് പ്രോസസ്സ് നടന്ന ഉടനെ മുസ്ലിം യൂത്ത് ലീഗ് ഫിസിക്കലായി ഭാരവാഹികളുടെ യോഗവും പ്രവർത്തക സമിതിയും ചേരുകയും 2 ദിവസം നീണ്ടുനിന്ന സമഗ്രമായ ചർച്ചയിൽ പ്രത്യേകിച്ച് നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ള അതിൻ്റെ റിസൾട്ടും രാഷ്ട്രീയ സാഹചര്യത്തെയും വിശദമായി അവലോകനം ചെയ്യുകയുണ്ടായി. പാർട്ടി പ്രവർത്തകരുടെ വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ നിർദ്ദേശങ്ങൾ മാനിച്ചുകൊണ്ട് ശക്തമായ രീതിയിൽ മുസ്ലിം യൂത്ത് ലീഗിന് എന്ത് ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ചില പരാജയങ്ങൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം 2006 വമ്പിച്ച പരാജയം മുസ്ലിം ലീഗ് നേരിട്ടിരുന്നു. അതിനുശേഷം പാർട്ടി നേതൃത്വം വളരെ ശക്തമായ രീതിയിൽ പാർട്ടി പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് 2011 ഏറ്റവും നല്ല വിജയം കൈവരിച്ചുകൊണ്ട് 20 MLA-മാരും 5 മന്ത്രിമാരും ഉണ്ടായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ താരതമ്യേന ഒരു വലിയ പരാജയം എന്ന് പറയാൻ മുസ്ലിം ലീഗിനില്ല. 3 സീറ്റുകളാണ് മുസ്ലിം ലീഗിന് നഷ്ടപ്പെട്ടത്. നഷ്ടപ്പെട്ട ഒരു സീറ്റ് നമ്മൾ തിരിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പരാജയപ്പെട്ട മണ്ഡലങ്ങളിൽ ഉണ്ടായ കാരണങ്ങൾ, ആ പരാജയ കാരണം വോട്ട് നഷ്ടപ്പെട്ടതും അതെങ്ങനെയാണ് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് വിശദമായ രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയുണ്ടായി. ആ പരാജയം ഞങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അത് മറികടക്കാൻ ഇനിയുള്ള തിരഞ്ഞെടുപ്പുകളിൽ എങ്ങനെ സാധിക്കുമെന്നതിനെക്കുറിച്ച് ഐക്യത്തോട് കൂടിയിട്ടുള്ള ഒരു ചർച്ചയാണ് നടന്നത്. ഒരു ജനാധിപത്യ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ജനങ്ങൾക്ക് അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർക്ക് പറയാനുള്ള വേദി ഒരുക്കുകയും അവരുടെ വികാരങ്ങൾ കേൾക്കുകയും അവരുടെ നിർദ്ദേശങ്ങളാണ് കൂടുതൽ ഞങ്ങൾ കേട്ടത്. എങ്ങനെയാണ് ഇനി പാർട്ടിയെ ശക്തിപ്പെടുത്താൻ സാധിക്കുക എന്നതിനെക്കുറിച്ചിട്ടുള്ള കർമ്മ പദ്ധതികൾ എന്തൊക്കെയാവണം എന്നതിനെക്കുറിച്ചാണ് കൂടുതൽ ഞങ്ങൾ ചർച്ച ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് 2 ദിവസം നടന്ന ഈ ഒരു ചർച്ചയിൽ ഇനി ഞങ്ങൾ ഒരുമിച്ചിരുന്നുകൊണ്ട് ചില പദ്ധതികൾ നമ്മൾ തയ്യാറാക്കും. അത് യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം യൂത്ത് ലീഗ് ചില കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ചില നിർദ്ദേശങ്ങൾ അടുത്ത മാസം 7-8 ദിവസങ്ങളിൽ മുസ്ലിം ലീഗ് നടത്തുന്ന പ്രവർത്തക സമിതിയിൽ ഞങ്ങൾ അവതരിപ്പിക്കും. ഞങ്ങളുടെ നിർദ്ദേശങ്ങളായിട്ട് പാർട്ടിയെ എങ്ങനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സാധിക്കും, ശാഖാ തലം വരെ എങ്ങനെ കൂടുതൽ ശാക്തീകരിക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ചൊക്കെയുള്ള നിർദ്ദേശങ്ങൾ പാർട്ടിയെ ധരിപ്പിക്കും. അതിനുള്ള പ്രപ്പോസൽ നൽകും. മുസ്ലിം യൂത്ത് ലീഗ് കർമ്മ പദ്ധതികൾ അതിൻ്റേതായ രീതിയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം കഴിയാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞ ഈ ഒരു ദിവസങ്ങളായി മുസ്ലിം യൂത്ത് ലീഗിൻ്റെ എല്ലാ ജില്ലാ കമ്മിറ്റികളും ഇവിടെ നിലവിൽ വരികയുണ്ടായി. ഇനി സംസ്ഥാന കൗൺസിലും പുതിയ കമ്മിറ്റിയും അടുത്ത മാസം ജൂലൈയിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയായിട്ടുള്ള ആസ്ഥാന മന്ദിരം, അതിൻ്റെ പണി ഇവിടെ
പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ആ ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലാണ്. ജൂലൈ 30 എന്ന യൂത്ത് ലീഗ് ദിനം, ഭാഷാ സമരത്തെ ഓർക്കുന്ന യൂത്ത് ലീഗ് ദിനത്തിലാണ് അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ കഴിഞ്ഞ കുറച്ച് ലോക്ക്ഡൗണിൻ്റെ പശ്ചാത്തലത്തിൽ കുറച്ച് സ്ലോ ആയിട്ടുണ്ട്. ജൂലൈ 31 സംസ്ഥാന കൗൺസിൽ നടത്താനും ഞങ്ങൾ യോഗത്തിൽ തീരുമാനിച്ചു. ഇനി ഈ ഒരു ദിവസങ്ങളിൽ മുസ്ലിം യൂത്ത് ലീഗ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന് ചന്ദ്രിക എന്ന മുസ്ലിം ലീഗിൻ്റെ പത്രം, മുഖപത്രം, അതിൻ്റെ ഓഫ്ലൈനും അതുപോലെ ഓൺലൈനും, അതുപോലെ ചന്ദ്രിക ആഴ്ചപ്പതിപ്പ് തുടങ്ങിയിട്ടുള്ള പ്രസിദ്ധീകരണങ്ങളെ കൂടുതൽ വളർച്ചയിലേക്ക് എത്തിക്കാൻ മുസ്ലിം യൂത്ത് ലീഗ് ഏറെ ശ്രദ്ധയോടുകൂടി അത് ചെയ്യാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. അതുപോലെ സോഷ്യൽ മീഡിയ മുഴുവനായി ഏറ്റെടുക്കാൻ വേണ്ടി മുസ്ലിം യൂത്ത് ലീഗ് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിൽ പലതും ആധികാരികമല്ലാത്ത പല കാര്യങ്ങൾ, അത് പാർട്ടി പ്രവർത്തകരാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ പല മോശപ്പെട്ട രീതിയിലേക്ക് സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ പോകുന്ന സാഹചര്യം ഇവിടെ നമ്മൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. അവരെയൊക്കെ മാറ്റി നിർത്തി പാർട്ടി നിയന്ത്രണത്തിലുള്ള സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ ഒരുക്കാൻ മുസ്ലിം യൂത്ത് ലീഗ് തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കീഴ്ഘടകങ്ങളിൽ ശാഖാതലത്തിൽ പാർട്ടി ഐഡിയോളജി പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പാർട്ടി ക്ലാസുകൾ, പഠന ക്ലാസുകൾ, ഗവേഷണങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റികളും മറ്റുമൊക്കെ പഠിച്ചിറങ്ങിയ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പൊളിറ്റിക്കൽ സയൻസിലും രാഷ്ട്രീയ മേഖലയിൽ കഴിവുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശാഖാതലത്തിൽ വരെ പാർട്ടി ഐഡിയോളജി പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പഠന കേന്ദ്രങ്ങൾ തുടങ്ങാനും അതിന് നേതൃത്വം കൊടുക്കാനും സിദി സാഹിബ് അക്കാഡമി എന്ന പേരിൽ യൂത്ത് ലീഗ് തുടങ്ങിയ ആ അക്കാഡമിയുടെ കീഴിൽ തുടക്കം കുറിക്കാനും അത് തുടരാനും ഉള്ള തീരുമാനമാണ് മുസ്ലിം യൂത്ത് ലീഗ് എടുത്തിട്ടുള്ളത്. അതുപോലെ മുസ്ലിം യുവജന സംഘടനകളുമായി കൂടുതൽ ബന്ധം പുലർത്തി അവരുമായി സഹകരിച്ചുകൊണ്ട് ശാക്തീകരണ പ്രവർത്തനങ്ങൾ നടത്താനും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നു വരുന്നത്, ഈ കോവിഡ് തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയും കോവിഡ് പ്രതിരോധ മേഖലയിൽ സുദീർഘമായ സേവനം ചെയ്ത മുസ്ലിം യൂത്ത് ലീഗിൻ്റെ വളണ്ടിയർ സേനയാണ് വൈറ്റ് ഗാർഡ്. ആ വൈറ്റ് ഗാർഡ് പ്രത്യേകിച്ച് കോവിഡ് മൂലം മരണപ്പെട്ട മൃതദേഹങ്ങൾ, ആ മൃതദേഹങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാ മണ്ഡലങ്ങളിലും പഞ്ചായത്തുകളിലും സജീവമായി വിളിക്കപ്പുറത്തുണ്ടായിരുന്നു. അവരൊരുപാട് ആളുകൾ അതിനുവേണ്ടി നിസ്വാർത്ഥമായി സേവനം ചെയ്ത കാര്യം ഇവിടെ അറിയിക്കുകയാണ്. ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട 1-2 നമ്മുടെ വൈറ്റ് ഗാർഡ് അംഗങ്ങൾ കോവിഡ് ബാധിച്ചും എലിപ്പനി ബാധിച്ചൊക്കെ മരിച്ചൊരു സങ്കടവും ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാം കൊണ്ടും, അതുപോലെ തന്നെ ഈ കഴിഞ്ഞ കോവിഡ് സമയത്ത് മുഴുവൻ ഭക്ഷ്യക്കിറ്റ് വിതരണവും പച്ചക്കറി വിതരണവും അതുപോലെ തന്നെ മരുന്നെത്തിക്കുന്നതിന് വേണ്ടിയൊക്കെ സംവിധാനങ്ങൾ ഇതിലേക്ക് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു കഴിഞ്ഞ ഈ യോഗത്തിൽ നമ്മുടെ മുസ്ലിം അതുപോലെ വനിതകളിലേക്ക്, സ്ത്രീകളിലേക്ക് പാർട്ടി ഐഡിയോളജിയെ എത്തിക്കുന്നതിന് വേണ്ടി വനിതാ ലീഗും ഹരിതയുമായി സഹകരിച്ചുകൊണ്ട് ഒരു ക്യാമ്പയിൻ നടത്താനും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടന്ന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തക സമിതിയിൽ ഞങ്ങൾ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. ബാക്കി അതിൻ്റെ പ്രമേയങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഇവിടെ അവതരിപ്പിക്കും. 2-3 പ്രമേയങ്ങൾ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രവർത്തക സമിതി യോഗം ചർച്ച ചെയ്ത് തീരുമാനമെടുത്തത് ഇവിടെ മാധ്യമങ്ങളുടെ ഭാഗം അവതരിപ്പിക്കുകയാണ്. ഒന്ന്, മുസ്ലിം സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് 80-20 വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി ഈ സമീപകാലത്ത് വരികയുണ്ടായി.
ഈ വിധിക്കെതിരായി സർക്കാർ അപ്പീൽ പോകാതിരിക്കുന്നത് കടുത്ത വഞ്ചനയായിട്ടാണ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയത്. ഇക്കാര്യത്തിൽ അടിയന്തരമായി അപ്പീൽ പോകാനും മുസ്ലിം സമുദായത്തിന് അർഹമായ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടാനും യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ വിവിധ സമുദായങ്ങൾക്കായി ഇപ്പോൾ കേരളത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്കോളർഷിപ്പുകൾ, ആ സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ വ്യത്യസ്തമാണ്. ആ മാനദണ്ഡങ്ങൾ ഏകീകരിക്കണം എന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെടുകയാണ്. ഉദാഹരണത്തിന് വരുമാന പരിധി മുസ്ലിം സമുദായത്തിന് ഒരു രീതിയും അതുപോലെ തന്നെ മറ്റു സമൂഹങ്ങൾക്ക് വ്യത്യസ്തമായ രീതിയുമാണ്. അതുകൊണ്ട് മാനദണ്ഡങ്ങൾ ഏകീകരിക്കണം എന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ സ്കോളർഷിപ്പ് തുക, കേരളത്തിലെ വ്യത്യസ്ത സമുദായങ്ങൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള തുക, ഡിഗ്രി, PG അതുപോലെ പ്രൊഫഷണൽ കോഴ്സുകൾക്കുള്ള തുക ഏകീകരിക്കണം എന്നും യൂത്ത് ലീഗ് ആവശ്യപ്പെടുകയാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ സമീപകാലത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്ത ഒരു വിഷയമാണ് BJPയുമായി ബന്ധപ്പെട്ട കുഴൽപ്പണ ഇടപാട്. ഈ വിഷയത്തിൽ ഇന്ന് വരെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ചോദ്യം ചെയ്യാനോ അറസ്റ്റ് രേഖപ്പെടുത്താനോ കേരള പോലീസ് തയ്യാറായിട്ടില്ല. ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയെ തന്നെ തകർക്കുന്ന രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ BJP സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പ്രതികളാണെന്ന് ന്യായമായും സംശയിക്കപ്പെടുന്ന ഒരു കേസിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്താൻ കേരള പോലീസ് തയ്യാറായിട്ടില്ല. കേരളത്തിലെ 2 ഇടതുപക്ഷ പ്രവർത്തകർ, വിദ്യാർത്ഥികൾ അലനും താഹയും ഒരു നോട്ടീസ് കൈവശം വെച്ചതിന്റെ പേരിൽ UAPA ചുമത്തി ജയിലിലടച്ച് NIAക്ക് കൈമാറിയ കേരള പോലീസ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനോട് മൃദു സമീപനമാണ് സ്വീകരിക്കുന്നത്. രാജ്യദ്രോഹ കുറ്റം ചെയ്ത K. സുരേന്ദ്രനെതിരെ UAPA ചുമത്താനും അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനും കേരള പോലീസ് തയ്യാറാകാത്തത് ഒരു പൊളിറ്റിക്കൽ കോംപ്രമൈസിന്റെ ഭാഗമാണോ എന്ന് ന്യായമായും സംശയമുണ്ട്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് അറിയാൻ കേരളീയ പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട്. അടിയന്തരമായി K. സുരേന്ദ്രനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ കേരള പോലീസ് തയ്യാറാകണം എന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെടുകയാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ ആരാധനാലയങ്ങൾ വിശ്വാസികൾക്കായി തുറന്നു കൊടുക്കണമെന്ന് വിവിധ മതസമൂഹങ്ങളും പ്രതിപക്ഷവുമൊക്കെ ഒരുപോലെ ആവശ്യപ്പെട്ടിട്ടും അവരാവശ്യപ്പെട്ട രീതിയിൽ ആരാധനാലയങ്ങൾ വിശ്വാസികളുടെ ആരാധനകൾ നിർവഹിക്കാൻ വേണ്ടി തുറന്നു കൊടുത്തിട്ടില്ല. ഇപ്പോൾ പരിമിതമായ രീതിയിൽ മാത്രമാണ് ആരാധനാലയങ്ങൾ തുറന്നു കൊടുത്തിട്ടുള്ളത്. 15-ൽ കൂടുതൽ പേരെ ആരാധനാലയങ്ങളിൽ അനുവദിക്കാൻ പാടില്ല എന്ന നിബന്ധനയാണ് സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആരാധനാലയങ്ങളുടെ വലുപ്പത്തിനനുസരിച്ച് ആരാധനാലയങ്ങളിൽ നിബന്ധനകൾ ഏർപ്പെടുത്തി വിശ്വാസികൾക്കായി തുറന്നു കൊടുക്കാൻ സർക്കാർ തയ്യാറാകണം. മറ്റെല്ലാം നിർബാധം തുറന്നു കൊടുക്കുമ്പോൾ ആ പരിഗണനയിൽ, ആ പ്രയോറിറ്റിയിൽ ആരാധനാലയങ്ങൾ സർക്കാരിന് മുമ്പാകെ വരുന്നില്ല. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മനോഭാവത്തിന്റെ ഒരു പ്രശ്നമാണോ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ കുറ്റപ്പെടുത്താനാവില്ല. കാരണം അവരുടെ പ്രയോറിറ്റിയിൽ ഏറ്റവും ഒടുവിൽ പോലും വരുന്നതല്ല ആരാധനാലയങ്ങൾ. അതുകൊണ്ടാണ് ബിവറേജുകളും ബാറുകളും ഒക്കെ യഥേഷ്ടം തുറന്നു കൊടുക്കുകയും ഒരു പ്രോട്ടോകോളും ഇല്ലാതെ ആൾക്കൂട്ടത്തെ അടിച്ചുകൂടുകയും ചെയ്യുമ്പോൾ എല്ലാ പ്രോട്ടോകോളും പാലിച്ച്
സാമൂഹിക അകലം പാലിച്ച് നിർവഹിച്ചുകൊണ്ടിരുന്ന ആരാധനകളെ മുടക്കുന്ന ഒരു സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അടിയന്തരമായി ആരാധനാലയങ്ങൾ വിശ്വാസികൾക്കായി തുറന്നു കൊടുക്കാനും സൗകര്യങ്ങളനുസരിച്ച് ഓരോ ഇടങ്ങളിലും നിബന്ധനകൾ ഏർപ്പെടുത്താനും സംസ്ഥാന സർക്കാർ തയ്യാറാകണം എന്നും യൂത്ത് ലീഗ് ആവശ്യപ്പെടുകയാണ്. കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത ആക്ഷൻ പ്ലാനെ കുറിച്ച് ഇവിടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സംസാരിക്കുകയുണ്ടായി. കമ്മിറ്റിയിൽ പ്രധാനമായും ചർച്ചകൾ വന്നത് ഈ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങളും പ്രപ്പോസലുകളുമാണ്. അതൊരു ആക്ഷൻ പ്ലാൻ ആക്കി സംസ്ഥാന പ്രവർത്തക സമിതിയിൽ അവതരിപ്പിച്ച് പാർട്ടിയുടെ അനുവാദം വാങ്ങി പാർട്ടി നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ പാർട്ടിയും പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക ഘടകം എന്ന നിലക്ക് യൂത്ത് ലീഗ് നിർവഹിക്കേണ്ടത് യൂത്ത് ലീഗും സമയബന്ധിതമായി നിർവഹിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട അജണ്ട. ഒരു തെരഞ്ഞെടുപ്പിൽ ഏതാനും സീറ്റുകൾ നഷ്ടപ്പെട്ടു എന്ന് കരുതി മുസ്ലിം ലീഗ് പാർട്ടിയെയും നേതാക്കളെയും കോർണർ ചെയ്ത് പാർട്ടിയെ ഇല്ലാതാക്കി കളയാം എന്ന് പാർട്ടിയുടെ ശത്രുക്കൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വ്യാമോഹം മാത്രമാണ്. ഇന്നലെ പ്രവർത്തക സമിതിയുമായി ബന്ധപ്പെട്ടും ഭാരവാഹികളുടെ യോഗവുമായി ബന്ധപ്പെട്ടുമൊക്കെ ചില വാർത്തകൾ മാധ്യമങ്ങളിൽ കാണാനിടയായി. അടിസ്ഥാനരഹിതമായ വാർത്തകളാണ് മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളത്. ഏതെങ്കിലും നേതാക്കളെ ഒറ്റപ്പെടുത്താനോ ഏതെങ്കിലും നേതാക്കളെ വ്യക്തിഹത്യ ചെയ്യാനോ ഉള്ള ഒരു ശ്രമവും യൂത്ത് ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അത്തരം ഒരു ചർച്ചയും യൂത്ത് ലീഗിന്റെ കമ്മിറ്റികളിൽ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഏറ്റവും കൂടുതൽ നടത്തിയത് സ്വയം വിമർശനമാണ്. ആ സ്വയം വിമർശനത്തിലൂടെ നവീകരണം ഉണ്ടാക്കി അതിനെ തുടർന്നുള്ള ആക്ഷൻ പ്ലാനുകൾ തയ്യാറാക്കി പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്ന വെല്ലുവിളിയാണ് ഞങ്ങൾ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നത്. അതിന് വിരുദ്ധമായി പാർട്ടിയിൽ വിഭാഗീയതയുണ്ട് എന്നും ചില നേതാക്കളെ യൂത്ത് ലീഗ് എതിർക്കുന്നുണ്ട് എന്നും ചില നേതാക്കളെ യൂത്ത് ലീഗ് അനുകൂലിക്കുന്നുണ്ട് എന്നുമൊക്കെയുള്ള തരത്തിലുള്ള വാർത്തകൾ ചിലരുടെ ഭാവന മാത്രമാണ്. അതിന് ഒരു അടിസ്ഥാനവുമില്ല എന്ന് ആധികാരികമായി പറയാൻ ആഗ്രഹിക്കുക. ഈ 3 സീറ്റുകൾ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞല്ലോ. ഈ സീറ്റ് നഷ്ടപ്പെടാനായ സാഹചര്യം എന്താണ്? പൊതുവെ ഉണ്ടായിരുന്നത് വിരുദ്ധ വികാരമാണോ, അതല്ല എന്തെങ്കിലും തരത്തിലുള്ള UDF കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഏകോപനമില്ലായ്മയാണോ UDF ലീഗിന് ഈ സീറ്റ് നഷ്ടപ്പെടാൻ കാരണമായി? പല കാരണങ്ങളാണ്. പല മണ്ഡലങ്ങളിൽ പല കാരണങ്ങളുണ്ട്, പൊതുവായ കാരണങ്ങളുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് പാർട്ടി ഘടകങ്ങളുടെ ഒരു ശാക്തീകരണമില്ലായ്മ, അതല്ലെങ്കിൽ ഏറ്റവും താഴെത്തട്ടിൽ ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള മെഷീനറിയുടെ ഒരു പ്രവർത്തനക്ഷമതയില്ലായ്മ, അങ്ങനെ പല കാരണങ്ങളുണ്ട്. അതുപോലെ ചില മണ്ഡലങ്ങളിൽ BJPയുടെ വോട്ട് വാങ്ങിയതുണ്ട്, SDP-യുമായി സഖ്യമുണ്ടാക്കിയതുണ്ട്. ഇപ്പൊ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ ചില മണ്ഡലങ്ങളിൽ UDF-ന് ലഭിച്ച വോട്ടിൽ വലിയ കുറവുണ്ടായിട്ടില്ല എങ്കിൽ പോലും ഇടതുപക്ഷത്തിന് വോട്ട് കൂടാനുണ്ടായ സാഹചര്യം BJP-യുടെയും SDP-യുടെയും വ്യത്യസ്ത പാർട്ടികളുടെ വോട്ടുകൾ ഒരേ പട്ടികയിലേക്ക് ശേഖരിക്കുക വഴിയാണ് ചിലയിടങ്ങളിൽ വിജയമുണ്ടായത്. അങ്ങനെ ഓരോ മണ്ഡലങ്ങളിൽ ഓരോ കാരണങ്ങൾ ഇപ്പോൾ ഞങ്ങൾ ചർച്ചയിലൂടെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു പഠനം നടത്താൻ വേണ്ടി റിസർച്ച് വിദ്യാർത്ഥികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പഠനം നടത്താൻ വേണ്ടി യൂത്ത് ലീഗ് തീരുമാനിച്ചിട്ടുണ്ട്. ഈ സംഘടനയുടെ സംഘടനാപരമായി താഴെത്തട്ടിൽ പ്രവർത്തനക്ഷമം ഉണ്ടായില്ല എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ സംഘടനയാണോ അല്ലെങ്കിൽ UDF-ന്റെ സംഘടനയാണോ? അല്ല, ഞങ്ങള് കോൺഗ്രസിന്റെ സംഘടനാ ദൗർബല്യത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ഞങ്ങളുടെ പാർട്ടിയെ കുറിച്ചാണ്. യൂത്ത് ലീഗിന്റെ യോഗം ചേർന്ന് കോൺഗ്രസിനെ കുറിച്ചും കോൺഗ്രസിന്റെ യോഗം ചേർന്ന് ലീഗിനെ കുറിച്ചും ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല.
ഞങ്ങളുടെ പാർട്ടിയിലെ പോരായ്മകളെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. ആ പോരായ്മകൾ പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ആക്ഷൻ പ്ലാനായി ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. ആ ആക്ഷൻ പ്ലാനുകൾ തയ്യാറാക്കി അതുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുമ്പിലെ പ്രധാനപ്പെട്ട അജണ്ട. അതിൽ പല പോരായ്മകളുണ്ട്. എല്ലാ കാര്യങ്ങളും ഇവിടെ മാധ്യമങ്ങളുടെ മുമ്പാകെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളല്ല. ഞങ്ങൾ പാർട്ടി കമ്മിറ്റികളിൽ ചർച്ച ചെയ്യും, പാർട്ടി ഘടകങ്ങളിൽ ചർച്ച ചെയ്യും. അങ്ങനെ ഒരു നവീകരണം ഉണ്ടാക്കി പരിഷ്കരണങ്ങൾ ഏർപ്പെടുത്തി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് പാർട്ടിയെ ശാക്തീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അനാവശ്യമായ ഉപതെരഞ്ഞെടുപ്പുകൾ ഒഴിവാക്കണമെന്നുള്ള ഒരു അഭിപ്രായം നേരത്തെ പാർട്ടിക്കുണ്ടായിരുന്നു. ആ ഒരു നേരത്തെ ഉണ്ടായിരുന്നു എന്നാരാ പറഞ്ഞത്? പൊതു ഒരു സംസാരം ഉണ്ടായിരുന്നു. പല ഉപതെരഞ്ഞെടുപ്പുകളും അനാവശ്യമാകുന്നു എന്നുള്ളത് പാർട്ടി മൊത്തത്തിൽ പ്രവർത്തകർക്കിടയിൽ പോലും ചില അങ്ങനെ അഭിപ്രായമൊന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഉപതെരഞ്ഞെടുപ്പിന്റെ ഏതെങ്കിലും നിരക്കുള്ള ഒരു ബുദ്ധിമുട്ട് ചിലർ സൂചിപ്പിച്ചത് അതിന്റെ സാമ്പത്തിക ചെലവിനെ കുറിച്ച് മറ്റുമൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷെ അത്തരം ഘടകങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് ഒരുമിച്ചാണ് നടത്തിയത്. ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാനുണ്ടായ കാരണം, അല്ലെങ്കിൽ ചില മണ്ഡലങ്ങളിൽ തോൽക്കാൻ കാരണം, UDF അധികാരത്തിൽ വരാൻ കാരണം ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായതുകൊണ്ടാണ് എന്ന വിശ്വാസം ഞങ്ങൾക്കില്ല. ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ ഞങ്ങൾ കൃത്യമായി വിലയിരുത്തിയിട്ടുണ്ട്. അതിന് പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന കാരണങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് താൽക്കാലികമാണ്. ഇപ്പോഴുണ്ടായിട്ടുള്ള ചെറിയ പരാജയം താൽക്കാലികമാണ്. കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ള പോരായ്മകൾ ശക്തിപ്പെടുത്താനുള്ള തീരുമാനങ്ങൾ ആ പാർട്ടി എടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം ലീഗ് പാർട്ടിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ഞങ്ങൾ ഈ യൂത്ത് ലീഗിന്റെ യോഗത്തിന് മുമ്പ് സംസ്ഥാന നേതൃത്വവുമായി, ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങളുമായി, സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി, കുഞ്ഞാലിക്കുട്ടി സാഹിബുമായി, മറ്റു നേതാക്കളുമായി ആശയവിനിമയം നടത്തി. അവർ ഞങ്ങളോട് ആവശ്യപ്പെട്ടത് ഞങ്ങൾ നിർദ്ദേശിക്കുന്ന ഏത് പ്രപ്പോസലും എക്സിക്യൂട്ട് ചെയ്യാൻ പാർട്ടി തയ്യാറാണ്. അതിനുള്ള ആക്ഷൻ പ്ലാനുകളാണ് ഞങ്ങൾ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. അതാണ് പാർട്ടിയുടെ മുമ്പാകെ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ താങ്കളുടെ പരാജയം സംഘടന പ്രത്യേകം പഠിക്കുന്നുണ്ടോ അന്വേഷിക്കുന്നുണ്ടോ? ഞങ്ങൾ എല്ലായിടങ്ങളിലും പരിശോധിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി എന്ന നിലക്കുള്ള താനൂരിലുണ്ടായ പരാജയം പഠിക്കുന്നുണ്ട്. അതോടൊപ്പം ഇതിന് ഉയർന്നു വന്ന വിമർശനങ്ങളിലുണ്ട് ഈ നേതൃത്വത്തിന്റെ അടുത്ത് നിന്നുള്ള വാണിജ്യങ്ങൾ യഥാവിധി ചൂണ്ടിക്കാണിക്കുന്നതിലും തിരുത്തുന്നതിലും ഒരു യുവജന സംഘടന, പോഷക സംഘടന എന്നുള്ള നിലയ്ക്ക് യൂത്ത് ലീഗിന്റെ നേതൃത്വം പരാജയമായിരുന്നു എന്നുള്ള ഒരു വിമർശനം നേർമായിട്ട് പറയുന്നു. അങ്ങനെ നേതൃത്വത്തിന് ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങള് നേതൃത്വത്തെ ശക്തിപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങളാണ് ചർച്ചയിലൂടെ കൊണ്ടുവന്നത്. നേതൃത്വത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ നേതൃത്വത്തെ പൊതുവായോ പ്രതികളാക്കി ചിത്രീകരിച്ച് അവരാണ് മോശക്കാർ എന്ന ഒരു ധാരണ ഉണ്ടാക്കി അവരെ എതിർക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്ന ഒരു പൊതുബോധം ഉണ്ടാക്കി ആ പൊതുബോധത്തിൽ നിൽക്കാനല്ല യൂത്ത് ലീഗ് ആഗ്രഹിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഞങ്ങൾ ഏറ്റവും വലിയ വിമർശനം നടത്തിയത് സ്വയം വിമർശനമാണ്. ആ സ്വയം വിമർശനത്തിൽ പല കാരണങ്ങളും പല കാര്യങ്ങളും ചർച്ചയിലൂടെ വന്നിട്ടുണ്ട്. അതെല്ലാം തിരുത്തി മുന്നോട്ട് പോകും. അല്ലാതെ ഏതെങ്കിലും നേതാവിനെ അല്ലെങ്കിൽ ഏതെങ്കിലും നേതൃത്വത്തെ പ്രതികളാക്കാനുള്ള ശ്രമവും ചർച്ചയും ഒന്നും യൂത്ത് ലീഗിന്റെ യോഗത്തിൽ ഉണ്ടായിട്ടില്ല. ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കുറച്ച് സമയം. വളർന്നു വരുന്ന തലമുറ വിമർശനം ഉന്നയിക്കാൻ സന്നദ്ധരാകുന്നു. അവർക്ക് അതിനൊരു പ്രാപ്തിയുണ്ട്. ലീഗ് നേതൃത്വത്തെ വിമർശിക്കാൻ യൂത്ത് ലീഗിന്റെ വിമർശനങ്ങൾക്ക് പറ്റുന്നു എന്നത് സന്തോഷമാണ്. എന്നെയും വിമർശിച്ചു എന്ന് കേൾക്കുന്നു. അതിന്റെ ആധികാരികത പഠിക്കും എന്ന് ഒരു തരത്തിലുള്ള വിമർശനം നടന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് കേൾക്കുന്നത്. എന്തെങ്കിലും വിവരമില്ലാതെ തനിക്കെതിരെ ഉണ്ടായ വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് അറിയില്ല. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടില്ല. ജനാധിപത്യ പാർട്ടിയാകുമ്പോൾ വിമർശനങ്ങൾ ഉണ്ടാവും. വിമർശനങ്ങൾ അത് ആ പാർട്ടി ഫോറത്തിൽ പറയാനുള്ള അവസരമാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഒരുപാട് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടാവും. ആ അഭിപ്രായങ്ങൾ നമ്മൾ ഉൾക്കൊള്ളും. അത് ചിലപ്പം ഒരുപാട് ആളുകളെ ചിലപ്പം ഒരു രീതിയിലുള്ള വിമർശനം നടത്തും. അവിടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അതൊക്കെ പാർട്ടി ഫോറത്തിൽ നമ്മൾ കേൾക്കും. അത് നേതൃത്വവും വായിക്കും. നേതൃത്വം ഇങ്ങനെ ഇപ്പോൾ ഇന്നലെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആ യോഗത്തിൽ വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് എല്ലാ അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരുടെ വികാരം നമ്മൾ ഉൾക്കൊണ്ട് തന്നെ ഇപ്പോൾ നേതൃത്വം ഇനിയും യൂത്ത് ലീഗിൻ്റെയും അതുപോലെ തന്നെ മറ്റ് വിദ്യാർത്ഥി സംഘടനകളുടെയും ഒക്കെ അഭിപ്രായങ്ങൾ കേൾക്കാൻ തയ്യാറാണ്. അവരുടെ വിമർശനങ്ങൾ കേൾക്കാൻ തയ്യാറാണ്. അതൊരു ആരോഗ്യപരമായ വിമർശനം എന്ന നിലക്ക് അത് ഉൾക്കൊള്ളാൻ ഉള്ള വിശാല മനസ്കത ലീഗിനുണ്ട് എന്നുള്ളത്. ഇന്നലെ സാധിക്കുന്ന സാഹചര്യത്തിൽ തന്നെ
നേതൃത്വത്തിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾ നേതൃത്വത്തിന് വീഴ്ച പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ നേരത്തെ പ്രവർത്തകർ ചൂണ്ടിക്കാണിച്ച അല്ലെങ്കിൽ അങ്ങനെ ചൂണ്ടിക്കാണിച്ച അതേ സ്റ്റാൻഡിൽ തന്നെയല്ലേ യൂത്ത് ലീഗ് ഇപ്പോഴും നിൽക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ ധീരമായിട്ട് പറയാൻ തയ്യാറാകുന്നില്ല? നേതൃത്വത്തിന് ഒരു പ്രത്യേക വ്യക്തിയെ കോർണർ ചെയ്യണമെന്നല്ല പറയുന്നത്. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിന്റെ സംഘടനയുടെ ശാക്തീകരണവും പിന്നെ ദൗർബല്യങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്നുള്ളത് പറയാൻ ഇപ്പോഴും യൂത്ത് ലീഗിന്റെ നേതൃത്വം എന്തുകൊണ്ട് അടച്ചു നിൽക്കുന്നു? നേതൃത്വത്തെ വിമർശിക്കുന്നതാണ് ധീരത എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? ഞങ്ങള് ഏതെങ്കിലും നേതൃത്വത്തെയോ നേതാവിനെയോ വിമർശിച്ച് ധീരന്മാരാവാനുള്ള ശ്രമമല്ല നടത്തുന്നത്. ആ കെണിയിലല്ല ഞങ്ങളിപ്പോൾ, ആ അജണ്ടയിലല്ല ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. പൊതുവായി പാർട്ടിയിൽ കുറെ പരിഷ്കാരങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ചന്ദ്രിക പത്രം, അത് ജനങ്ങളുമായുള്ള ആശയ സംവേദനത്തിന് ഉപയോഗപ്പെടുത്തുന്ന ഒരു മാധ്യമമാണ്. അത് ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. പാർട്ടിയുടെ ഘടകങ്ങൾ കൂടുതൽ സജീവമായി പ്രവർത്തിക്കേണ്ടതുണ്ട്. പാർട്ടിയുടെ ഐഡിയോളജി എല്ലാവരിലേക്കും എത്തിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട്. പാർട്ടിക്കെതിരെയുള്ള വിമർശനങ്ങളിൽ കൃത്യമായ പ്രതിരോധം സോഷ്യൽ മീഡിയ വഴി അടക്കമുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഏർപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് പരാജയം ഉണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെ പോരായ്മകൾ, അവരുടെ അഴിമതി, അവരുടെ വീഴ്ചകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട്. ഈ വിവിധ സമുദായങ്ങളെ തമ്മിലടിപ്പിച്ച് ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ തന്നെ വലിയ വിഭാഗീയത ഉണ്ടാക്കാനുള്ള ഒരു കൗശലം CPM ഏർപ്പെടുത്തിയിരുന്നു. അതിനെ ഏത് രീതിയിൽ പ്രതിരോധിക്കണമെന്ന കാര്യത്തിൽ ഒരു സ്ട്രാറ്റജി എടുക്കുന്നതിൽ ഞങ്ങൾക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ചില മണ്ഡലങ്ങളിൽ ഒരേപോലെ SDP-യുടെയും BJP-യുടെയും വോട്ട് വാങ്ങുന്നതിൽ ഇടതുപക്ഷം വിജയിക്കുമ്പോൾ അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് BJP-യും SDP-യും കൂട്ടുപിടിച്ച് ജയമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് മറ്റു വോട്ടുകൾ സമാഹരിക്കുന്നതിൽ പരാജയം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഓരോ കാരണങ്ങളാണ്. അതല്ലാതെ നേതൃത്വം അവരെ കുറ്റപ്പെടുത്തുക, അതാണ് ട്രെൻഡ്, എന്നാൽ യൂത്ത് ലീഗും അതനുസരിച്ച് നിൽക്കാം എന്ന രീതിയിൽ ആർക്കെങ്കിലും അജണ്ട ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് തൽക്കാലം നിന്ന് തരാൻ നിവൃത്തിയില്ല. ആ നേതൃത്വത്തെ, ഞങ്ങളുടെ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസം മുൻനിർത്തി തന്നെ മുന്നോട്ട് പോകും. ഇപ്പോഴുള്ള നേതൃത്വത്തിൽ ഞങ്ങൾക്ക് ഒരവിശ്വാസവും ഇല്ല. ലീഗിന് ഏറ്റവും കൂടുതൽ വോട്ടുള്ള ഉണ്ടായിരിക്കുന്ന വോട്ട് സംസ്ഥാനത്തിന് വോട്ട് ഏത് തരത്തിലാണ്, അതായത് ഇനി അങ്ങോട്ടുള്ള അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരു വേദി വരുമ്പോൾ ഇനിയുള്ള എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു എന്തുകൊണ്ടായിരിക്കാം ഇത്? അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് കൃത്യമായ വിലയിരുത്തലുകളുണ്ട്. ആ വിലയിരുത്തലുകൾ പാർട്ടി ഫോറങ്ങളിൽ ചർച്ച ചെയ്യേണ്ടതാണ്. പാർട്ടി ഫോറങ്ങളിലാണ് അതിന്റെ പരിഹാരങ്ങൾ ഉണ്ടാക്കേണ്ടത്. അത് കൃത്യമായി പാർട്ടി മെഷീനറി ഉപയോഗിച്ച് പാർട്ടി സംവിധാനങ്ങളിലൂടെ അതിന്റെ പോരായ്മകൾ പരിഹരിക്കും. ഈ സാധാരണ പ്രവർത്തക സമിതി യോഗത്തില് ലീഗിന്റെ മുതിർന്ന അംഗങ്ങൾ ഏതാണ്ട് കൂടുതൽ സമയം പങ്കെടുക്കുന്ന രീതിയുണ്ടോ? PMS ആണ് ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹം വന്നു, നിങ്ങളെ കണ്ടു, അഭിസംബോധന ചെയ്ത് പോയി. ഇതിനു മുമ്പ് ഏറ്റവും അവസാനം ചേർന്ന യോഗത്തിൽ PMS വന്നിരുന്നു, കണ്ടുപോയി. ഇന്നലെ മുനവള്ളി തങ്ങൾ ഏതാണ്ട് യോഗം തുടങ്ങി 1-2 സാധിക്കുന്ന യോഗം തുടങ്ങി 1-2 മണിക്കൂർ കഴിഞ്ഞ് വന്ന് അവസാനിച്ചിട്ടാണ് പോയത്. അങ്ങനെ ഒരു രീതിയുണ്ടോ? അഭിപ്രായങ്ങൾക്ക് ചില ഘട്ടങ്ങളിലൊക്കെ അങ്ങനെ അഭിപ്രായങ്ങൾ കേൾക്കാറുണ്ട്. ഞങ്ങൾ സംസ്ഥാന ഭാരവാഹികൾ സംസ്ഥാന നേതൃത്വവുമായി പ്രത്യേകം ഡിസ്കഷൻ നടത്താറുണ്ട്. ഘോഷങ്ങൾ നടത്തുന്ന പരിപാടികളിൽ സ്വാഭാവികമായും നേതൃത്വത്തിനെതിരെ ഏതെങ്കിലും തരത്തിൽ വിമർശനം ഉന്നയിക്കും. യൂത്ത് ലീഗിനകത്ത് ഒരു വേദിയാണ് യൂത്ത് ലീഗിന്റെ പ്രവർത്തക സമിതി. അപ്പം ആ വിമർശനം ആർക്കെതിരെയാണോ ഉന്നയിക്കേണ്ടത് അത്തരം ആളുകൾ, ഞാൻ വ്യക്തിയല്ല പറയുന്നത്, ലീഗിന്റെ പ്രതിനിധി എന്നവര് അത്തരം ആളവിടെ ഇരിക്കുമ്പോൾ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പ്രത്യേകിച്ച് പാണക്കാട് നിന്ന് ഒരാൾ വന്നിരിക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തന്നെ പറയുമോ? അങ്ങനെ പറയുന്നതിനൊന്നും യാതൊരു തടസ്സവുമില്ല. പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അത് തങ്ങൾ തന്നെ യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് യൂത്ത് ലീഗിന്റെ യോഗങ്ങളിൽ ഈ സാധിക്കൽ തങ്ങൾ വന്നില്ലെങ്കിലും മണ്ണപ്പള്ളി തങ്ങളാണ് പ്രസിഡന്റ്. തങ്ങൾ തന്നെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് എന്തും പറയാമെന്നാണ്. അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനൊന്നും യാതൊരു തടസ്സവുമില്ല. അങ്ങനെ പറയുന്നതിന്റെ പേരിൽ എന്തെങ്കിലും പ്രയാസങ്ങളുമില്ല. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞത് ചില അജണ്ടകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ആ അജണ്ടക്കനുസരിച്ചല്ല ഞങ്ങളുടെ ചർച്ചകളുള്ളത്. ഞങ്ങളുടെ ചർച്ച കൃത്യമായ ഒരു ആക്ഷൻ പ്ലാനിനെ ബേസ് ചെയ്തിട്ടുള്ള ചർച്ചയാണ്. അതിൽ പല വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരു വിമർശനം ഉണ്ടായിട്ടില്ല എന്ന് ഞങ്ങൾ പോലും പറയുന്നില്ല. പല വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ വിമർശനങ്ങളിൽ ഏറ്റവും കൂടുതൽ വന്നത് സ്വയം വിമർശനമാണ്. മറ്റുള്ളവരിൽ പഴിചാരി രക്ഷപ്പെടുക എന്നത് ഒട്ടും ശരിയായ കാര്യമല്ല. അതൊരു എസ്കേപ്പിസമാണ്. അതുകൊണ്ട് പല വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ വിമർശനങ്ങളിൽ സ്വയം വിമർശനമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. ആ ആത്മവിമർശനത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള കർമ്മ പദ്ധതികളാണ് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്.
നേരത്തെ SDPI പരാമർശിച്ചു. ആ. SDPI BJP ഒരുമിച്ച് വോട്ട് വാങ്ങിച്ചു. അതെ. ഇതേ ശ്രേണിയിൽ വരുന്നതാണോ യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമി? മനസ്സിലായില്ല. SDPIയുടെയും BJPയുടെയും വോട്ട് ഒരേ സമയം ഇടതുപക്ഷം വാങ്ങിച്ചു എന്ന് നേരത്തെ പറഞ്ഞു. അതെ. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റാറ്റിനെ കുറിച്ച് യൂത്ത് ലീഗിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ് അതിന്റെ അഭിപ്രായം? തുറന്നു നിന്ന് ഇതുവരെ പറഞ്ഞതായിട്ട് എവിടെയും കണ്ടിട്ടില്ല. എന്താ നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് ആദ്യം വ്യക്തമായിട്ട് പറയും. ഒരേ ശ്രേണി എന്ന് പറഞ്ഞാൽ BJPയും SDPയും ഒരേ ശ്രേണിയിൽ പെടുന്നതാണോ? തന്നെയാണോ ജമാഅത്തെ ഇസ്ലാമിയെ പരിഗണിക്കുന്നത്? എങ്ങനെ? SDPയെ പരിഗണിക്കുന്ന പോലെ തന്നെയാണോ ജമാഅത്തെ ഇസ്ലാമിയെ പരിഗണിക്കുന്നത്? അല്ല അല്ല. അല്ല. രണ്ട് സ്റ്റാൻഡാണ്. രണ്ട് സ്റ്റാൻഡാണ്. BJPയെ പരിഗണിക്കുന്നത് പോലെ അല്ല SDPയെ പരിഗണിക്കുന്നത്. അത് വേറെ സ്റ്റാൻഡാണ്. ഓരോന്നിന്റെ സ്റ്റാൻഡാണ്. ഈ തെരഞ്ഞെടുപ്പ് പരാജയം സംഭവിച്ചതിന് ശേഷം കോൺഗ്രസ് ഇപ്പോൾ തിരുത്തലുകൾ വരുത്തിയിട്ട് പ്രതിപക്ഷ നേതാവിനെ മാറ്റി KPCC അധ്യക്ഷൻ മാറി പാർട്ടിയുടെ താഴെത്തട്ട് മുതൽ അഴിച്ചുപണിയുടെ ശ്രമങ്ങൾ തുടങ്ങി നല്ല പോലെ കാണുകയും ചെയ്തു. മറുവശത്ത് മുസ്ലിം ലീഗ് അന്ന് തന്നെ പറഞ്ഞതാണ് ഇതേപോലെയുള്ള തിരുത്തലുകൾ പാർട്ടിയിൽ ഉണ്ടാകും, അഴിച്ചുപണി ഉണ്ടാകും, പുതിയ നേതൃത്വം വരും എന്നൊക്കെ. ഇത്ര നാളായിട്ടും മുസ്ലിം ലീഗിൽ അങ്ങനെ ഒരു ചർച്ചകളോ അത് സംബന്ധിച്ചുള്ള ഒരു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഒരു വിശകലനം പോലും കൃത്യമായി നടന്നിട്ടുണ്ടോ എന്നൊരു സംശയമാണ്. അല്ല, ഓരോ പാർട്ടിക്കും ഓരോ രീതിയുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ രീതി ആയിക്കൊള്ളണമെന്നില്ല ലീഗിനുള്ളത്. ലീഗിന്റെ സമീപനവും രീതിയും ആയിക്കൊള്ളണമെന്നില്ല CPM-നുള്ളത്. ഓരോ പാർട്ടിക്കും അതിൻ്റെതായ രീതിയുണ്ട്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് വിശകലനത്തിന് വേണ്ടി 2 ദിവസത്തെ ക്യാമ്പ് തന്നെ പ്രത്യേകം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അത് ഇത്രയും വൈകിയത് മനഃപൂർവ്വമല്ല. ഇതങ്ങ് വിലയിരുത്തി കളഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമെന്ന് ധരിച്ച് മനഃപൂർവ്വം വിലയിരുത്താതിരുന്നതല്ല. ലോക്ക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ യോഗം ചേരുന്നതിനുള്ള തടസ്സങ്ങൾ കാരണമാണ് വൈകിയത്. അത് ആ 7-8 തീയതികളിൽ 2 ദിവസം ചേരുന്നുണ്ട്. പിന്നെ നേതൃതലത്തിലുള്ള അഴിച്ചുപണി, പുതിയ തലമുറക്ക് പാർട്ടിയിലേക്ക് കൂടുതൽ കൊണ്ടുവരുന്നതിനുള്ള, പാർട്ടി സംവിധാനങ്ങളിലേക്ക് അവരെ കൊണ്ടുവരുന്നതിനുള്ള നിലപാടുകളൊക്കെ പാർട്ടിക്കുണ്ട്, യാതൊരു സംശയമില്ല. അതിനൊക്കെ വേണ്ടിയിട്ടാണ് മെമ്പർഷിപ്പ് പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി ലീഗ് തീരുമാനമെടുത്തത്. അത് ഒരാഴ്ചക്കുള്ളിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തി തൽക്കാലത്തേക്കുള്ള അങ്ങനെയുള്ള ഒരു പദ്ധതിയല്ല, ദീർഘകാലത്തേക്കുള്ള പദ്ധതിയാണ്. അതിന് മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിൽ തന്നെ താഴെ തട്ട് മുതൽ പാർട്ടിയിൽ സമൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും. കോൺഗ്രസിൽ ഉണ്ടായതുപോലെ ഒരു നേതൃമാറ്റം ലീഗിൽ ഉണ്ടാകണം എന്ന് യൂത്ത് ലീഗ് ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾ ഏതെങ്കിലും വ്യക്തി മാറണമെന്നോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ മാറ്റി പുതിയൊരു വ്യക്തി വന്നാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്ന നിലക്കല്ല ഇതിനെ കാണുന്നത്. ഞങ്ങൾ സമഗ്രമായിട്ടുള്ള ഒരു പരിഷ്കാരത്തെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ ചില പ്രപ്പോസലുകളുണ്ട്. അത് പല കാര്യങ്ങളെക്കുറിച്ചുമുണ്ട്, ഏതെങ്കിലും ഒരു കാര്യത്തെ സംബന്ധിച്ചല്ല. അത് പാർട്ടി ഘടകങ്ങളിൽ വരേണ്ട അതിലൊരു ഘടകം മാത്രമാണ്. പാർട്ടി ഘടകങ്ങളിൽ പുതിയ തലമുറ അടക്കമുള്ളവർ വരേണ്ടതിന്റെ ആവശ്യകത. അത് ആവശ്യമായ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ ആ നിലക്ക് വരും. അതുപോലെ പല കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് നിർദ്ദേശമുണ്ട്. അത് ഒരു സമഗ്രമായിട്ടുള്ള ഒരു പ്രപ്പോസലായിട്ട് തന്നെ ഞങ്ങൾ സംസ്ഥാന ക്യാമ്പിൽ കമ്മിറ്റിയിൽ അവതരിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ സംഘടനാപരമായിട്ട് ചില പ്രയാസങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് യൂത്ത് ലീഗിന്റെയും കാര്യമാണ്. അപ്പൊ നിങ്ങൾ ഉൾപ്പെടുന്ന UDF-ന്റെ ഭാഗത്ത് ഈ രീതിയിൽ മെച്ചപ്പെടേണ്ടതുണ്ട് മൊത്തത്തിൽ എന്നൊരു അഭിപ്രായം? തീർച്ചയായിട്ടും UDF-ഉം കൂടുതൽ മെച്ചപ്പെടേണ്ടതുണ്ട്, യാതൊരു സംശയവുമില്ല. UDF-ന്റെ പോരായ്മയും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അത് ജനറലായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് UDF സ്വയം സമ്മതിച്ചിട്ടുണ്ട്, UDF-നകത്തുള്ള ഓരോ കക്ഷികളും സമ്മതിച്ചിട്ടുണ്ട്. അതാത് കക്ഷികൾ അതിനകത്ത് പ്രശ്നങ്ങൾ പരിഹരിച്ച് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് അതിന് പരിഹാരമായിട്ടുള്ളത്. പാർട്ടി ഘടകങ്ങളുടെ ഒരു ശാക്തീകരണം ഉണ്ടായിരുന്നു, ബൂത്ത് തലം പോലുള്ള നിർജീവതയും തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണങ്ങളിൽ ഒന്നാണെന്ന് പറഞ്ഞു. അത് എന്താണെന്നാണ്, അത് കാരണം എന്താണെന്നാണ് നിങ്ങളുടെ വിലയിരുത്തൽ? അങ്ങനെ നിർജീവത ഉണ്ടാവാൻ എന്താണ് കാരണമായത്? നിർജീവതയല്ല, ഒന്നുകൂടി നമ്മൾ ഗൗരവമായി പൊളിറ്റിക്കലായി നമ്മൾ ഇടപെടേണ്ടതുണ്ട്. ഒരുപാട് ഘടകങ്ങൾ അതിലുണ്ട്. അപ്പോൾ നമുക്കിതുവരെ ഈ കഴിഞ്ഞ ഒരുപാട് തെരഞ്ഞെടുപ്പുകളൊക്കെ നല്ല രീതിയിലുള്ള മുന്നേറ്റം നമുക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിലെ ചില പരാജയങ്ങൾ അത് വിലയിരുത്തുമ്പോൾ അപ്പോൾ നമ്മളെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുക മാത്രമല്ല, അതിനപ്പുറത്തേക്ക് പാർട്ടിയെ ഒന്നുകൂടി പുതിയ ഒരുപാട് തലമുറകൾ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരിലേക്ക് പാർട്ടി ഐഡിയോളജി എത്തിക്കുക എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ കൂടി തുടങ്ങുന്നത്. സത്യത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഇത്തരം പാർട്ടിയെ നയിക്കാൻ ഒരു നേതൃത്വം ഉണ്ടാകുമ്പോഴാണ് സത്യത്തിൽ ഇങ്ങനെയുള്ള ഒരു സജീവത ഉണ്ടാവുക. പക്ഷെ ഉന്നതാധികാര സമിതിയിലെ അല്ലെങ്കിൽ പാർലമെന്ററി ബോർഡിലെ അംഗങ്ങളിൽ ഭൂരിഭാഗവും ഈ പാർട്ടിയെ നയിക്കേണ്ടവർ ഭൂരിഭാഗവും മത്സരരംഗത്തായിരുന്നു. അവർക്ക് അവരുടെ മണ്ഡലത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വന്നു. ഈ വിഷയത്തെ എങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത്? അല്ല, മുസ്ലിം ലീഗിന്റെ പാരമ്പര്യം അനുസരിച്ച് ഉന്നതാധികാര സമിതി നിന്നു നിലനിന്നൊരു സംവിധാനം. അതിലുള്ള ആളുകൾ മത്സരിച്ചിട്ടുണ്ട്.
എങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് നടത്താൻ UDF-ൻ്റെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ സജീവമായി രംഗത്തുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു എല്ലാവരും മത്സരിക്കുന്നത് കൊണ്ട് അങ്ങനെയൊരു വീഴ്ച ക്യാമ്പയിൻ രംഗത്ത് വന്നു എന്നുള്ളത് കരുതുന്നില്ല. കാരണം മത്സരിച്ച ആളുകൾ നേതാക്കളൊക്കെ ക്യാമ്പയിന് പോയിട്ടുണ്ട്. ഇലക്ഷൻ നടത്താൻ അവരുടെ ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കൂട്ടുത്തരവാദിത്തത്തോടു കൂടി ചെയ്ത അഖിൽ ശിഹാബ് തങ്ങൾ അടക്കമുള്ള പാർട്ടിയുടെ നേതൃത്വം ഇതൊരു തുടക്കം മുതൽ പാർട്ടി സ്ഥാനാർത്ഥി നിർണയം മുതൽ അവസാന ഘട്ടം വരെയും മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം വളരെ ശക്തമായി ഇലക്ഷൻ നയിക്കുന്നതിന് വേണ്ടി അതിന് മെഷീനറി ആയി പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. താങ്ക് യു.